കൊട്ടിക്കലാശം പാർട്ടികൾ നിർത്തുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ടിലേക്ക് മാറ്റേണ്ടതല്ലേ? പെർമിറ്റഡ് റേഞ്ചിന് മുകളിലുള്ള സൗണ്ട് പൊല്യൂഷൻ അല്ലേ ഇതുണ്ടാക്കുന്നത്? കൊട്ടിക്കലാശം എന്നൊക്കെ പറയുന്നത്, ദൈവം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, എനിക്കിതൊക്കെ കാണുന്നത് തന്നെ വളരെ അസുഖകരമായ കാര്യം. എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊട്ടിക്കലാശം പോട്ടെ, ഒരു ആവശ്യം, ഒരു ജൂബിലേഷൻ എന്നുള്ള നിലയിലൊക്കെ പോട്ടെ, പക്ഷെ പലപ്പോഴും അത് അടി ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല പൊളിപ്പൻ അടിയിലേക്ക് കലാശി. അടുത്ത ദിവസം ഇലക്ഷൻ അവന് ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല, അടിച്ച് തലമണ്ടയൊക്കെ പൊട്ടിക്കുന്നതാണ്. ചുമ്മാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, റോഡ് തടയുക, ശബ്ദമലിനീകരണം, എന്തോ ഈ കാണിക്കുന്ന യഥാർത്ഥത്തിൽ? ഈ കുട്ടിക്കലാശം നടത്തുന്നവർക്ക് വോട്ട് കൊടുക്കില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ അങ്ങനെ ഇത്രയും, നമ്മൾ ഈ പ്രബുദ്ധം എന്നൊക്കെ പറയുന്നത് പ്രബുദ്ധം അല്ല. ഉണ്ടല്ലോ, ഈ അടുത്തിടെ തന്നെ ഒരു 2 ചെറുപ്പക്കാർ, ഒരു ഭാര്യയും ഭർത്താവും വന്നിരുന്ന് സംസാരിക്കുകയാണ്. പറയുന്നത്, ചേട്ടായി എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് അടിക്കും, അടിച്ചാലും പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, അത് ചെയ്യും ഇത് ചെയ്യും. അപ്പോൾ ചേട്ടൻ വലിയ ആളായിട്ടിരിക്കുന്നു, ചേച്ചിയും വലിയ ആളായിട്ടിരിക്കുന്നു. അത് സംസാരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതെന്നറിയാം? അവർ ഇങ്ങനെ എന്തെങ്കിലും ഇത് പറഞ്ഞപ്പോൾ ആരെങ്കിലും തടയുകയോ തിരുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ അവർ ഒരു പബ്ലിക് ഫോറത്തിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഫിൽറ്ററിങ് സിസ്റ്റത്തിലൂടെ ഇത് ടിക്ക് മാർക്കിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അതിലൊക്കെ അംഗീകരിക്കുന്നു, എല്ലാവർക്കും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ രാഷ്ട്രീയക്കാർക്കുണ്ട് നമ്മൾ ആരോപിക്കുന്ന മിക്കവാറും ഏതാണ്ട് 99% രോഗങ്ങളും അവരിലുണ്ടാവുന്ന എന്താ പറയുക എല്ലാ മാലിന്യങ്ങൾക്കും ഉത്തരവാദി ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ്, നമ്മുടെ ജനങ്ങൾ തന്നെയാണ്. ചൊവ്വ എന്നുള്ള ജനങ്ങൾ വെച്ചൊരു പാർട്ടി ഇവിടെ ഇല്ല. അപ്പം അവർ ഇഷ്ടപ്പെടുന്നതല്ലേ, അവർ തെറ്റല്ലെന്ന് കാണുന്ന കാര്യമാണ്. ഈ പൊല്യൂഷൻ അവർ തെറ്റായിട്ട് കാണുന്നില്ല. സൗണ്ട് പൊല്യൂഷൻ നിങ്ങൾ പറയുന്നതാണ്, ട്രാഫിക് ബ്ലോക്ക് അവർ തെറ്റായിട്ട് കാണുന്നില്ല. അന്യൻ്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതൊന്നും അവർക്കൊരു തെറ്റല്ല അവർക്ക്. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിക്കുന്നതോ ചീത്ത വിളിക്കുന്നതോ അവിഹിത കഥകൾ ഉണ്ടാക്കുന്നതോ തെറിപ്പാട്ട് നടത്തുന്നതോ സോഷ്യൽ മീഡിയയിൽ ലിഞ്ചിങ് നടത്തുന്നതോ അതൊന്നും ഒരു തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല. ആളുകളെ ചാപ്പയടിക്കുന്നു, അതൊന്നും തോന്നുന്നില്ല. ദേ ഡു നോട്ട് ഫീൽ സോ. അതാണ് ഒരു കേസ്. നമ്മൾ ഈ ജനം എന്ന് പറയുന്ന ആരാണ്? ഇതൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. ഇത് ഈ പറയുന്ന നമ്മുടെ തെരുവിൽ കാണുന്നതൊക്കെ നമ്മുടെ തലയിലുള്ള സാധനം തന്നെയാണ്. മനസ്സിലായില്ലേ? അത് പൊതുവായിട്ട് നമ്മുടെ തെരുവിനെ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. ഒരു ജനത എന്ന നിലയിൽ കളക്റ്റീവ്. അപ്പോൾ പറയും എല്ലാവരും അങ്ങനെയല്ലോ, എല്ലാവരും അങ്ങനെയല്ല. പക്ഷേ അങ്ങനെ അല്ലാത്തവരുടെ ഭൂരിപക്ഷം കിട്ടുന്നില്ല, അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലായി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൊരു പറയുന്ന കാര്യം എത്ര പേർക്ക് അത് സ്വീകാര്യമായി തോന്നാം. എന്നാൽ അതുപോലെ ആയിരിക്കില്ല വേറൊരാളിരുന്ന് പറയുമ്പോൾ. ചിലപ്പോൾ ഒരു ഭയങ്കര മാസത്തിന് മുഴുവൻ ഒന്നുകിൽ സ്വീകാര്യമായിരിക്കും അല്ലെങ്കിൽ ബാധകമായിരിക്കും. അത് വളരെയാണ്. ബാധകമാകുക എന്ന് പറയുമ്പോൾ സ്വീകാര്യമാണെന്നില്ല, നിങ്ങൾക്ക് ബാധകമാണ്. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരെ സമയം ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് ബാധകമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ചെയ്യണമെന്നാണ്. അത് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സ്വീകാര്യമല്ലായിരിക്കും, പക്ഷേ എന്നാലും നിങ്ങൾ പോയേ പറ്റും. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ തലയിലുള്ളതാണ് പുറത്ത് കാണുന്നത്. അതാണ് ഈ കൊട്ടിക്കലാശം. ഈ ഉത്സവങ്ങൾ തടയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ കൊട്ടിക്കലാശം തടയണമെന്ന് എങ്ങനെ തോന്നും? ഇപ്പോൾ തിരിച്ചു തന്നെ ഈ റോഡരിയിലുള്ള പൊതുയോഗങ്ങളെ തടയണം എന്ന് പറഞ്ഞ് മീറ്റ് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്താ പറയുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ഉത്സവങ്ങൾ തടയാത്ത എന്താ? എന്നാൽ ഉത്സവങ്ങൾക്കെതിരെ നിങ്ങൾ കോടതി പോയി ഒരു ഓർഡർ വാങ്ങിക്കുക. ഉത്സവങ്ങൾക്കെതിരെ കോടതി പോയി ഓർഡർ കിട്ടത്തില്ല. കാര്യം അവിടുത്തെ ജഡ്ജിമാരെല്ലാം ഉത്സവ കൂട്ടന്മാരായിരിക്കും, അവർ ഉത്സവത്തോട് വലിയ താല്പര്യമുള്ളവരായിരിക്കും, ആത്മീയ പ്രഭുക്കളെ. ബേസിക്കലി സാംസ്കാരിക ചിന്താപരമായ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം. അതായത് റെക്കമെൻഡിങ് ചേഞ്ചസ് ഇൻ ദ വേ യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ കുറച്ച്. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് എസൻസ് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ബാക്കി ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനൊന്നും തന്നെ അങ്ങനെ ഒരു ചേഞ്ച് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും മനുഷ്യർ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചേഞ്ച് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിലില്ല. പല പാർട്ടികളും ഇനി എന്തെങ്കിലും പുതുമയൊക്കെ കൊണ്ടുവന്നാലും ജനങ്ങളുടെ മുന്നിൽ അവർ അക്രമ സമരമൊക്കെ നടത്തുമ്പോൾ അത് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്.